നമുക്ക് പിസ്താഷ്യൽ വെച്ചിട്ട് താമര ഉണ്ടാക്കിയാലോ? ഇതിൽ കാണുന്ന പോലെ A4 ഷീറ്റിനെ നേരെ നീളത്തിൽ വെട്ടിയിട്ട് അതിനെ എല്ലാ ദേഷ്യവും ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് അച്ചാരം പുച്ചാരം അതുപോലെ വെട്ടിയെടുക്കാം. ഇത് വെട്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഒട്ടിക്കണില്ല കേട്ടോ. അത് ഒട്ടിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഒട്ടിക്കണതിൻ്റെ ഇടയിൽ പകുതിക്ക് വെച്ച് ഞാൻ പറിച്ച് കളയാണ്. എന്നിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് ചുറ്റും എന്താണ് പിസ്താഷ്യൽ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടും. പിസ്താഷ്യലിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ പേപ്പർ വന്നാൽ ആ 2-3 കറക്റ്റ് ഒട്ടി കിട്ടും. അപ്പോൾ പിന്നെ ബാക്കി ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഒട്ടിച്ചൊട്ടിച്ച് പോകാൻ പറ്റും ആ ഒരു ഷേപ്പിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്ലൂ ഗൺ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്തിട്ട് എന്നിട്ട് പോലും എൻ്റെ ആ താമരയുടെ ആ പിസ്താഷ്യൽ ഒട്ടിച്ചിട്ടുള്ള ആ പിസ്താഷ്യൽ അടർന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴേ കണ്ട അതേ പോണ് അതുപോലെ വീഴും. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത്യാവശ്യം നല്ലോണം സമയമെടുത്ത് മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഞാൻ ഈ 2 താമര ഉണ്ടാക്കിയെടുത്തത്. എൻ്റെ എല്ലാ ക്ഷമയും നശിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ആ ഒരു ത്വരയിൽ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഉണ്ടാക്കണം, ഇങ്ങനെ മുട്ടി നിൽക്കണ പോലെയാണ് ആക്രാന്തം കൊണ്ട്. പക്ഷേ പകുതിക്ക് വെച്ച് എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് നടക്കില്ല എന്ന്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. എന്നിട്ട് നമുക്കിതിന് ഇലയും വേണ്ടേ. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് സെല്ലോ ടേപ്പായിരുന്നു കേട്ടോ. ഇൻസുലേഷൻ ടേപ്പാണ് എടുത്തത്. ഇൻസുലേഷൻ ടേപ്പിന് പകരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാസ്കിംഗ് ടേപ്പ് എടുക്കാനായിട്ട്. ഇൻസുലേഷൻ ടേപ്പ് ആകുമ്പോൾ അതിനൊരു ഗ്ലേസിംഗ് ആണ്. അപ്പോൾ നമ്മൾ കളർ അടിച്ചാൽ അത് നിൽക്കണമെന്നില്ല. മാസ്കിംഗ് ടേപ്പ് ആകുമ്പോൾ എന്താണ് ആ ഒരു ഗ്ലേസിംഗ് അല്ലാത്തതുകൊണ്ട് കറക്റ്റ് ഭംഗിയിൽ നമ്മൾ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കും. എന്നിട്ട് ഈ താമരയുടെ സെൻറ്ററിൽ പൂമ്പൊടിക്ക് നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചായ കടലാസിന് അതിന് യെല്ലോ കളർ കൊടുക്കുക. ശേഷം എന്താണ് ആ പെറ്റൽസിനൊക്കെ മജന്ത കളറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈറ്റ് മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ അടിച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ വൈറ്റ് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ മജന്ത അടിച്ചത്. അതും 2 കോട്ട് അടിച്ചതിന് ശേഷമാണ് അത് കുറച്ചുകൂടി ഭംഗിയിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ താമരയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ. താമരയുടെ ചില ഭാഗത്ത് നിറച്ച് എതളും ചില ഭാഗത്ത് എതൾ കുറവുള്ളത് പോലെ തോന്നി. സാരമില്ല, പക്ഷെ എനിക്കിഷ്ടമായിട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ താമരയ്ക്കും താമരയുടെ ഇലയ്ക്കും തണ്ടിന് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഗ്രീൻ ടാപ്പ് ഉണ്ടായില്ല. പകരം ഞാൻ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് കളർ അടിക്കുക ചെയ്തത്. അപ്പോൾ ഏകദേശം ഇതുപോലെ കിട്ടും. കംപ്ലീറ്റ് ഇലയ്ക്കും പൂവിനും അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇത് വെക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് ബോക്സ്, ആ കാർഡ്ബോർഡ് ബോക്സിനെ കംപ്ലീറ്റ് ഞാൻ മറ്റേ പൈപ്പ് ക്ലീനേഴ്സിലെ പൈപ്പ് ലൈൻസ് അത് വെച്ചിട്ട് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ച് കടലാസ് കുത്തി തിരികിയിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടില്ല. ഗ്ലൂ ഗൺ വെക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അങ്ങോട്ട് ഇരിക്കാത്ത സമയം എടുക്കണ പോലെ തോന്നി ഈ ഒരു കാര്യത്തിൽ. ഇത് അടിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേൽ പകരം ഞാൻ മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, കുറച്ച് ക്ഷമ വേണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അതൊക്കെ ഫിക്സ് ചെയ്ത് നല്ല ഭംഗിയിൽ വെക്കുക. അവസാനത്തെ ആ ഒരു ഔട്ട്പുട്ട് നല്ല ഭംഗിയാണ്. എന്നിട്ട് ഞാനായ മാസ്കിംഗ് ടേപ്പിന് കംപ്ലീറ്റ് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു. അപ്പോൾ ഏകദേശം ഇങ്ങനെ കിട്ടി. കണ്ടോ, അത്യാവശ്യം നമ്മളുടെ ഷോ കേഴ്സിലൊക്കെ വെക്കാൻ പറ്റുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു ക്രാഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്തതിനുള്ളത് അതിൽ കാണാനുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?